അയർലൻഡിൽ വിൻ്റർ സീസൺ തുടങ്ങുമ്പം അതിൻ്റെ ഒപ്പം കൂട്ടായിട്ട് നമുക്ക് കൂടെ പോരുന്നൊരു സാധനമാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റോം. അപ്പം നല്ല ശക്തിയുള്ള കാറ്റും മഴയുമായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ സ്റ്റോമിൻ്റെ പേര് എയ്മി എന്നാണ്. അങ്ങനെ പേരിടൽ ചടങ്ങൊക്കെ ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് അതിനുള്ള മുന്നറിയിപ്പും കിട്ടി. അങ്ങനെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആഷ്ലി, ഇഷ, ആഗ്നസ്, ഇയോവിൻ വളരെ രസകരമായ ലളിതവുമായ നല്ല പേരുകളാണ്. പേരൊക്കെ കേൾക്കാൻ നല്ല രസമാണെങ്കിലും കഴിഞ്ഞ വർഷം കൊടുങ്കാറ്റ് ഉണ്ടാക്കിയ അനുഭവങ്ങൾ ഇപ്പോഴും ഇവിടെ ആരും മറന്നിട്ടുണ്ടായിരിക്കത്തില്ല. അയർലൻഡിൻ്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷത്തെ കൊടുങ്കാറ്റ് വിതച്ചത് 2 ആഴ്ചത്തെ പവർ സപ്ലൈ നഷ്ടമായ ഒരു അനുഭവമായിരുന്നു. നമുക്ക് വീട്ടിൽ 2 ദിവസം കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ കടയിൽ പോയി മെഴുകുതിരി, ലൈറ്ററും ലാമ്പും ഒക്കെ മേടിക്കാനായി. കഴിഞ്ഞ വർഷത്തെ റെഡ് അലേർട്ട് വെച്ച് നോക്കുമ്പോൾ എയ്മി അത്രയും ഉഗ്രരൂപിയാന്ന് തോന്നുന്നില്ല. എന്നാലും ഓറഞ്ച് അലേർട്ട് വരെ എത്തിയിട്ടുണ്ട്. വെൽ പ്രിപ്പയർഡ് ഓൾ സെറ്റ് ഗോ എന്ന് പറഞ്ഞതുപോലെ ദേ നമ്മുടെ എയ്മി എത്തിക്കഴിഞ്ഞു. അപ്പം ഉഗ്ര താണ്ഡവമാടി ദേ ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ എയ്മി. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ കൊടുങ്കാറ്റാണ്. ഇതൊന്നുമായിട്ടില്ല. ഇനിയും പുറകെ വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കേട്ടോ. ഇനിയും മുമ്പോട്ട് ഇനി എന്തൊക്കെയാണോ വരാനുള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ കാറ്റിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹെസുക്കുട്ടനും ടീമും വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ഓവൻ ഫ്രഷ് കേക്ക് എന്നൊക്കെ പറയത്തില്ലേ, അടിപൊളി കേക്കുമായിട്ടാണ് കേട്ടോ മിൽക്ക വന്നത്. വളരെ ലളിതമായിട്ട് വീശിയടിച്ചിട്ട് പോയ നമ്മുടെ എയ്മിയെ പറ്റിയുള്ള വിശകലനവും വിശദീകരണവും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്രയും പോരെങ്കിലും ഇവളും ഒട്ടും മോശക്കാരിയായിരുന്നില്ല. സാരമില്ല, തൊട്ടുപുറകെ ഇനി അടുത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വേറൊരു ചുഴലിക്കാറ്റ് മമ്മിക്കെതിരെ അതേ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കണ്ണാടി എവിടെയാടി, നീ അതിപ്പോൾ വെക്കുന്ന കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉള്ള അനുകരണവും അഭിനയവുമാണ് കേട്ടോ. എല്ലാം മമ്മിയെ കളിയാക്കിക്കൊണ്ട് തന്നെ. ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഇവൾ ഈ നേഴ്സിംഗ് ഫീൽഡിൽ വരേണ്ടവളേ അല്ല, വല്ല KPSCയിലോ കലാഭവനിലോ ഒക്കെ പോയി അഭിനയം പഠിച്ച് ജീവിക്കേണ്ടവളായിരുന്നെന്ന് തോന്നും. സാരമില്ല, ഇതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട അവളുടെ ഒരു കുഞ്ഞിച്ചെറുക്കനും അവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓവൻ ഫ്രഷ് കേക്കും ഒക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറാനെ കൊണ്ട് നല്ല ചൂട് ദോശ, നല്ല കാറ്റും മഴയൊക്കെ പെയ്യുമ്പം നെയ്യൊക്കെ ചേർത്ത് നല്ല മൊരിച്ചെടുത്ത ദോശയും നല്ല മീൻകറിയും സാമ്പാറും നല്ല ചൂട് ചായയുമായിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് മമ്മിയുടെ അടുത്ത വാണിങ് വന്നത്. വേഗം കഴിച്ചിട്ട് പോകാൻ നോക്കടി, അടുത്ത കാറ്റ് വരുന്നതിന് മുമ്പ് വീടെത്തണ്ടായോ എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നുമല്ല കേട്ടോ, 10-15 മിനിറ്റേ ഉള്ളൂ ഇവരുടെ വീട്ടിൽ വരെ എത്താൻ. ആഹാ, അത്രയ്ക്കായോ മമ്മി, എന്നാൽ മമ്മി ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീണ്ടും 2 ദോശയും കൂടെ പ്ലേറ്റിലെടുത്ത് വെച്ച് സാമ്പാറും മുക്കി തട്ടിയിട്ടാണ് കേട്ടോ മിൽക്ക പോയത്. കാറ്റും മഴയും വരുമ്പം വിശപ്പ് കൂടുമെന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരുവേ. അങ്ങനെ അവർ യാത്രയായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ തീയൊക്കെ കത്തിച്ച്, അതും ഈ വർഷത്തെ ആദ്യത്തെ ഒഫീഷ്യൽ തീ കത്തിക്കലാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി.